ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഇതേ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ചൗവരി അല്ലെങ്കിൽ സാബുനരി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 250 ഗ്രാം സാബുനരിയാണ് ആഡ് ചെയ്തത്. ഇനി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ. റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാബുനരിയും സേമിയയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ് അല്ലെ 1.5 ഗ്ലാസ് പാലാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇടയ്ക്ക്. ഈ സമയം നമുക്ക് ഏകദേശം ഒരു 4-5 ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കിസ്മിസും കാഷ്യൂസും ഒന്ന് ഫ്രൈ ചെയ്തിടണേ. ഒരു പാൻ വെച്ചു, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ. പപ്പ നമുക്ക് ഒത്തി കുടിക്കാന്ന് എനിക്ക് ഒത്തി തരണം. എനിക്ക് ഇപ്പോൾ ഒത്തി തരണം.